എൻ്റെ പേര് മേഘ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. ഞാനൊരു എക്സാം എഴുതിയിരുന്നു. ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ തീരെ വയ്യാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു അത്. അപ്പം ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിലെ വീഡിയോസ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. വന്ന് ഉടമ്പടി എടുത്തു. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എക്സാം റിസൾട്ട് വരാറായി. അപ്പോഴും വലിയ പ്രതീക്ഷയില്ല, കാരണം ഞാൻ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ജയിക്കാനാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്നെ മാതാവ് ജയിപ്പിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമായി. അതിന് റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പം ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പം അവിടുത്തെ ജോലിക്ക് കയറാനായിട്ടുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു. അപ്പം ഇംഗ്ലീഷ് മാത്രം നല്ലോണം ഹാൻഡിൽ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എല്ലാ കുട്ടികളെയും പോലെ പുറത്തു പോയി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS വേണ്ടി പ്രിപ്പയർ ചെയ്തു. IELTSനുള്ള ഡേറ്റ് എടുത്തു. ജോലിക്ക് കയറി. എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈവനിങ് 5:30 തൊട്ട് മോർണിംഗ് 5:30 വരെയുള്ള ഷിഫ്റ്റായിരുന്നു. അപ്പം എനിക്ക് നല്ലോണം പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. പ്രാർത്ഥനയിൽ ഞാൻ ഉളപ്പിത്തുടങ്ങി. എനിക്ക് ധ്യാനം കേൾക്കാനോ സാക്ഷ്യങ്ങൾ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല. പ്രാർത്ഥന കറക്റ്റായിരുന്നില്ല. ഉടമ്പടിയിൽ ഉളപ്പിയതിന് ഇതായിട്ട് ഞാൻ IELTS എഴുതി. എനിക്ക് IELTSന് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. ഒരു IELTS എക്സാമിന് 17,000 രൂപയാണ്. എൻ്റെ വളരെ കഷ്ടപ്പെട്ട വീട്ടിലാണ് ഞാൻ വരുന്നത്. അപ്പോഴത്തേനും അടുത്ത IELTSനുള്ള ഡേറ്റ് എടുത്തപ്പോഴത്തേനും അപ്പോഴും ഞാൻ പോയി എഴുതി. കിട്ടുമെന്ന് വിചാരിച്ച് പോയി എഴുതി. അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ അച്ഛനെ അമ്മ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞ് ഇനി ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ പൈസയും ഇല്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്ക് പൈസ എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എവിടെയെങ്കിലും എത്തിയതിന് ശേഷം മാത്രം എനിക്കിത് തരാൻ പറ്റുമെന്നും പറഞ്ഞു ആ ചേട്ടനെ ഞാൻ കടം മേടിച്ച് പോയി പരീക്ഷ എഴുതാൻ പോയപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ രക്ഷപ്പെടുത്തണം. എൻ്റെ വീട്ടിലൊരു അച്ഛനും അമ്മയുണ്ട്. എൻ്റെ അച്ഛന് 71 വയസ്സുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞാണ് എൻ്റെ ചേച്ചി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് യൂട്രസിലൊരു ഗ്ലാൻഡൊക്കെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ കുട്ടിയെ വേണ്ട, കാരണം അത് ഭയങ്കര റിസ്ക്കാണ്, നിങ്ങൾക്ക് ഇത്ര ഏജും ആയില്ലേ, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു, എനിക്കില്ലാതിരുന്നുണ്ടായ 2 മക്കളാണ്, ഇവിടെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് അമ്മയെ ജന്മം തന്നത്. അതിനോട് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ ഇപ്പോൾ പറയുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അച്ഛനിപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 72 വയസ്സുള്ള മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കാനാ പൈസ? അപ്പോൾ എനിക്ക് ചോദിക്കാനൊന്നും ആരുമില്ല. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ, എനിക്ക് പൈസ തരുമോ, ഞാൻ എപ്പോഴെങ്കിലും ഞാനത് തിരിച്ചു തരാമെന്നും പറഞ്ഞ് ആ പൈസ മേടിച്ചു പോയി IELTS എക്സാം എഴുതി. മുമ്പിലത്തെ കണക്കല്ല, കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. വലിയ പാടുമല്ലായിരുന്നു, എന്നാൽ എളുപ്പമല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ജയിക്കുമെന്നും ഉറപ്പില്ലായിരുന്നു. അങ്ങനെ പോയി ഞാൻ പരീക്ഷ എഴുതി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് എൻ്റെ മെറിറ്റ് വഴി കിട്ടിയതാണ്, എനിക്ക് വേണ്ട, ഇത് ഗ്രേസ് വഴി തന്നെ കിട്ടിയതാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ഈ എക്സാമിന് ഞാൻ ജയിക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം മാതാവെ കാണിച്ചു തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എക്സാം റിസൾട്ട് വരുന്നത് നോക്കിയിരുന്നു. സാധാരണ രീതിയിൽ എക്സാം റിസൾട്ട് വരുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 15ാമത്തെ ദിവസം റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ റിസൾട്ടിൻ്റെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു 15 ദിവസം കഴിഞ്ഞല്ലേ റിസൾട്ട് വരുള്ളൂ, അപ്പം പിന്നെ അതായിരിക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു, നീ ഒന്നും കൂടി എടുത്ത് നോക്ക്, ചിലപ്പോൾ നിൻ്റെ റിസൾട്ട് ആയിരിക്കുമെങ്കിലോ എന്നും പറഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു സ്കോർ കിട്ടി. അങ്ങനെ IELTS പാസ്സായി. എന്നിട്ടും എൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ല. ഞാൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അച്ഛന് ഒരു 2 മാസത്തെ വർക്കിനായിട്ട് ഖത്തറിലോട്ട് തിരിച്ചു പോകാനായിട്ട് ഒരു സാഹചര്യം കിട്ടി. അങ്ങനെ അച്ഛൻ ഖത്തറിലോട്ട് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ലോണിന് മുമ്പ് എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണമായിരുന്നു. അപ്പം പ്രോപ്പർട്ടിയുടെ പവർ ഓഫ് അറ്റോർണി എല്ലാം അമ്മയുടെ പേരിലാക്കണം. കാരണം ലോണിൻ്റെ സമയത്ത് അച്ഛൻ എന്തായാലും ഇവിടെ കാണത്തില്ല, അച്ഛന് വരാനും പറ്റില്ല. അപ്പം അതിന് മുമ്പേ പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്യണമായിരുന്നു. അങ്ങനെ ഏത് പ്ലോട്ടാണോ വെക്കേണ്ടത് ആ പ്ലോട്ടിൻ്റെ പേപ്പറിൻ്റെ പവർ ഓഫ് അറ്റോർണി എല്ലാം അമ്മയുടെ പേരിലാക്കി അച്ഛൻ കയറിപ്പോയി. അച്ഛൻ ഉടനെ വരാൻ പറ്റത്തില്ല. 2 മാസം അവിടെ കോൺട്രാക്റ്റ് പണിയാണ്. അപ്പോൾ അച്ഛന് തിരിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതാക്കി അച്ഛൻ പോയി.
അങ്ങനെ ലോണിൻ്റെ ആപ്ലിക്കേഷൻസ് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേനും എൻജിനീയറും ബാങ്ക് മാനേജറും കൂടെ വന്നു, വീടെല്ലാം നോക്കി. അവർ ഓക്കെ പറഞ്ഞ് കുഴപ്പമില്ല ലോൺ സാങ്ഷൻ ആക്കാമെന്നും പറഞ്ഞ് പോയി. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു, സാങ്ഷൻ ആവുമെന്നും പറഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, മേഘ നിനക്ക് ലോൺ സാങ്ഷൻ ആവത്തില്ല, കാരണം പ്രോപ്പർട്ടിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടി ബാങ്കിലോട്ട് വന്നപ്പം എനിക്ക് 21 വയസ്സുള്ള എൻ്റെ അടുത്ത് മാനേജർ പറയുകയാണ്, 30 ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം, നിനക്ക് ലോൺ സാങ്ഷൻ ആവത്തില്ലെന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ ബാങ്കിൽ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. കാരണം എൻ്റെ അച്ഛനെ അമ്മ എനിക്ക് നോക്കണം, എനിക്ക് വേറെ വഴിയില്ല. കൂടെ നിന്ന കൂട്ടുകാരും എല്ലാവരും പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്കായിട്ട് നീ ഒന്നും തരണ്ട മാതാവേ, എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. വീട്ടിലുള്ളവരുടെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും അതുപോലെ തന്നെ കുടുംബക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഇത് ചെന്ന് എൻ്റെ വിഷമങ്ങൾ പറയുമ്പം അവർ എനിക്ക് ഒരു സപ്പോർട്ട് പോലും തരാതെ അവരെന്നോട് പറഞ്ഞത്, മോളെ 35 വയസ്സുള്ള ഒരാളുണ്ട്, കല്യാണം ആലോചിക്കട്ടെ, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ തളർത്തുമായിരുന്നു. എൻ്റെ പഠിത്തത്തിനെ പറ്റി ഒന്നും ആരും കേൾക്കാൻ പോലും നിൽക്കത്തില്ല. ഞാൻ പോയിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, മാനേജറിൻ്റെ അടുത്ത് ഇറങ്ങി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ലോൺ സാങ്ഷൻ ആവുമെന്നും പറഞ്ഞിരിക്കുന്ന എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അടുത്തുള്ളൊരു പള്ളിയിലോട്ട് ഞാൻ ഇറങ്ങി ഓടി. ഞാൻ പള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ അടുത്ത് എന്ത് പറയുമെന്ന് അറിയാൻ പോയത് അവിടെ നിന്നപ്പം പള്ളി കയറിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു ആൻറ്റി പള്ളിയുടെ അകത്ത് നിന്ന് പൊട്ടിക്കരയുന്നതാ, ഒരു മോളെയും കൈ പിടിച്ച്. അപ്പം ഞാൻ അതിന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെ തോന്നി. ഞാൻ ചെന്നിട്ട് ചോദിച്ചു എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം ആൻറ്റി പറഞ്ഞത്, മോളെ ആരോ എന്നെ വിശ്വസിച്ച് കുറച്ച് പൈസ ഏൽപ്പിച്ചു, ഞാനത് ആർക്കോ കൊടുത്തു, അവരെനിക്കത് തിരിച്ച് തരുന്നില്ല, ഇപ്പം അവരുടെ ഫ്രണ്ടിൽ ഞാൻ കള്ളിയായിരിക്കുക, എനിക്ക് അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായിട്ട് ഞാൻ കിടന്ന് ഓടുക, എനിക്കത് ശരിയായില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ആ അമ്മ മോളെയും കൊണ്ട് ആ പള്ളിയുടെ രൂപത്തിൽ കിടന്ന് കരയുവാണ്. ഞാൻ ചെന്ന് ആ അമ്മയെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, അമ്മ ഇരുന്ന് പ്രാർത്ഥിക്ക്, അമ്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വിഷമങ്ങളപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം ഒരു 2 ലക്ഷം രൂപയ്ക്ക് ആ അമ്മ വന്ന് അവിടെ നിൽക്കുമ്പം 30 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കുമെന്ന് അറിയാമേ, ഞാൻ ആ പള്ളി ഇരിക്കുമായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഒന്ന് പ്രാർത്ഥിച്ചോ, അമ്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്, എന്നിട്ട് മാതാവ് എന്നെ തിരിഞ്ഞു നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ കാശ് രൂപ ഊരി ബാഗിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുതെന്നും പറഞ്ഞിട്ട് അമ്മയുടെ ബാഗിൽ നിന്ന് ആ കാശ് രൂപ എടുത്ത് അമ്മയുടെ കഴുത്തിലിടാനും പറഞ്ഞു. ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ചൊവ്വാഴ്ചയാണ്, ഓൺലൈനിൽ ധ്യാനം കാണും, അമ്മ ഈ ധ്യാനം ഇടുന്നിരുന്ന് കേക്ക്, ധ്യാനം കേട്ട് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് അമ്മയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞ് ആ പള്ളിയിലിരുത്തി അമ്മയ്ക്ക് ആ ധ്യാനം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ വിഷമം പറയാൻ വേണ്ടി ചെന്നപ്പം എനിക്ക് അതിലും വലിയൊരു വിഷമമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കയ്യിലൊരു 100 രൂപ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഒരു ആൻറ്റി വന്ന് എന്നോട് പറഞ്ഞു, മോളെ ഞാനിന്നൊന്നും കഴിച്ചില്ല, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പം എൻ്റെ കയ്യിലിരുന്ന 100 രൂപ ഞാൻ ആൻറ്റിക്ക് കൊടുത്തിട്ട് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ അമ്മയടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരണ്ട് പ്രാർത്ഥിക്കും, മാതാവ് എൻ്റെ കാര്യം പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പള്ളിയിൽ നിന്ന് ഒരു അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ ധ്യാനം തീരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. മാതാവിനെ നാണം കെടുത്തല്ലേ, ആ അമ്മയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമായിട്ടും എന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു അമ്മയ്ക്ക്, എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്നെ അമ്മ ഉറപ്പായിട്ടും വിളിക്കണമെന്നും പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് വിളിയൊന്നും വന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എൻ്റെ നമ്പറില്ല, എൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കരയുമായിരുന്നു. അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയുണ്ടായി, അമ്മ ഇങ്ങനെ സാങ്ഷൻ ആവത്തില്ല എന്ന് പറഞ്ഞു, ഇനി ഇതിപ്പോൾ ഒന്ന് നോക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് അമ്മയും വിഷമിച്ചിരിക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ രാവിലെ എണീക്കാൻ നേരത്തെ എൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തോ വേണമെന്ന് അറിയില്ല. കാരണം
ഒരു പ്രോപ്പർട്ടി വെച്ചേക്കുന്നത് അതിനകത്ത് സാങ്ഷൻ ആവത്തില്ല. ഇനി വേറൊരു പ്രോപ്പർട്ടിയും കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് ആ പ്രോപ്പർട്ടി. അപ്പം അതിനെന്തായാലും അച്ഛൻ നാട്ടിൽ വന്നേ പറ്റൂ, വീണ്ടും പ്രോസസ്സിങ് ഒന്നും കൂടെ തുടങ്ങണം. അപ്പോൾ ഒരു കാര്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അച്ഛൻ്റെ സൈനും കാര്യങ്ങളൊക്കെ വേണം, അച്ഛന് നാട്ടിൽ വരാൻ പറ്റത്തില്ല. രണ്ടുപേരും ഉണ്ടെങ്കിലേ ലോണും സാങ്ഷൻ ആവത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മാനേജറിൻ്റെ അടുത്തും അഡ്വക്കേറ്റിൻ്റെ അടുത്തും കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞത് രണ്ടുപേരുടെ പേരിലാണ്, ഇതൊന്നും നടക്കില്ല, ലോൺ സാങ്ഷൻ ആവത്തില്ല എന്ന് തന്നെ പറഞ്ഞു. മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം മാതാവേ എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഞാൻ എന്നും ഇരുന്ന് കരയുമായിരുന്നു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരും ഒക്കെ പുറത്തു പോകുമ്പം അവർക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആവശ്യം വന്നപ്പം ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ എണീറ്റപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എന്നെ മീനു എന്നാണ് വിളിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു, മീനു ഇനി വന്ന് നീ ഈ പ്രമാണം ഒന്ന് വായിച്ചു നോക്കേ, ഇത് എൻ്റെ മാത്രം പേരിലല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു രണ്ടുപേരെയും പേരിലാന്നല്ലേ പറഞ്ഞത്. മോളെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പം ആരോ വന്ന് എൻ്റെ അടുത്ത് പറയുന്നു, നീ ആ പ്രമാണം ഒന്നും കൂടെ നോക്കെന്നും പറഞ്ഞ് എടുത്തു വെച്ച് നോക്കിയപ്പോൾ ആ പ്രമാണം എൻ്റെ മാത്രം പേരിലാണ്. അപ്പം ഞാൻ മാത്രം ഇതിന് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത്ഭുതമാണോ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല. ബാങ്ക് മാനേജറും അഡ്വക്കേറ്റും എല്ലാം ഇത് സാങ്ഷൻ ആവത്തില്ല, രണ്ടുപേരിൽ ആണെന്ന് പറഞ്ഞ പ്രമാണം എങ്ങനെ എൻ്റെ അമ്മയുടെ പേരിൽ മാത്രമായെന്ന് എനിക്കറിയത്തില്ല. ഓരോ ദിവസവും ഞാൻ അവിടെ നിന്ന് പൊട്ടി കരയുമായിരുന്നു. എൻ്റെ വിഷമങ്ങളെ ആരെടുത്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി കരയുന്ന സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോൾ കരയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് അസുഖങ്ങളുള്ളതാണ്. ഞാൻ കരഞ്ഞേ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ച് അവരും കൂടെ കരയും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കും. എന്നാലല്ലേ എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് കരയാൻ പറ്റൂ. എൻ്റെ അച്ഛനും അമ്മയും എങ്ങോട്ടെങ്കിലും പോകുന്ന ഗ്യാപ്പിന് ഇവിടെ നിന്ന് കിട്ടിയ മാതാവിൻ്റെ രൂപവും പിടിച്ച് ഞാൻ പൊട്ടി കരയുമായിരുന്നു. ഞാൻ പറയും, മാതാവി ഒന്ന് എൻ്റെ അടുത്ത് വന്നൂടെ, എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ, എനിക്ക് ആരുമില്ല, എനിക്ക് എൻ്റെ വിഷമം ആരെടുത്തും പറയാൻ പറ്റത്തില്ല, ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കൊന്നും വേണ്ട, എൻ്റെ അച്ഛനും അമ്മയും മാത്രം നോക്കിയാൽ മതി, അതിനുള്ളത് മാത്രം എനിക്ക് തന്നാൽ മതി, പുറത്ത് പോകണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു, മാതാവി ഒന്ന് എൻ്റെ അടുത്ത് വന്നൂടെ എന്ന് പറഞ്ഞിരുന്ന് നിലവിളിക്കുമായിരുന്നു. അപ്പം പുറത്തൊരു മണിയടി കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഐസോ മറ്റോ എന്തോ പോവുകയാണ്. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം പിടിച്ച് പൊട്ടി കരഞ്ഞപ്പോഴത്തേനും വീണ്ടും മണിയടിയുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ വാതിൽ തുറന്ന് കരഞ്ഞോടി ഞാൻ നേരെ റോഡിലോട്ട് ഓടി. എന്തുവാണെന്നറിയാൻ വേണ്ടി ഞാൻ നേരെ റോഡിലോട്ട് ഓടി ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു മാതാവിൻ്റെ രൂപമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ പെരുന്നാൾ സംബന്ധിച്ച് പ്രദക്ഷിണത്തിനായി ഒരു മാതാവിൻ്റെ രൂപം എല്ലാ വീടുകളിലും കൊണ്ടുവെക്കുമായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ രൂപം കണ്ടപ്പം എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ പറയുണ്ടായി, മാതാവേ ഒന്ന് എൻ്റെ അടുത്ത് വരണേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്ന അടക്കം എനിക്കത് ഫീൽ ചെയ്തത്. ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കരയുമ്പം ആരെടുത്ത് പറയും എന്ത് പറയും എന്നറിയാൻ വയ്യാണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോഴും ഓരോ അടയാളങ്ങളായി ഓരോരുത്തരും എൻ്റെ അടുത്ത് വരും. ബാങ്കിൽ പോയിരുന്ന് ഇത് ലോൺ സാങ്ഷൻ ആവത്തില്ല എന്ന് ആദ്യം പറഞ്ഞ ദിവസം ഞാനിരുന്ന് കരഞ്ഞപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നു, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ ആൻറ്റിയിൽ കൃപാസന മാതാവിൻ്റെ കീ ചെയിനാണ് ഞാൻ കാണുന്നത്. ഓരോരുത്തരെയും ഞാൻ ഓരോരോ സാധനത്തിലൂടെ പോകുമ്പോഴും മാതാവ് എൻ്റെ അടുത്തോട്ട് അയക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ലാസ്റ്റ് ഞാൻ ലോണിൻ്റെ കാര്യത്തിനായിട്ട് ആ പേപ്പറും കൊണ്ട് ചെന്ന് പോയി. അപ്പോൾ അവർ പറഞ്ഞു സാങ്ഷൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലോൺ സാങ്ഷനായി. അങ്ങനെ നവംബർ 1 മുതൽ എനിക്ക് വിസയ്ക്ക് വെക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു വിസയ്ക്ക് വെക്കാൻ ലേറ്റായി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ, എന്നാൽ നമുക്ക് മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മാതാവേ എന്നെ കൈവിടല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒരുക്കി തരണേ, എനിക്ക് വിസ കിട്ടണം, കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാം, എൻ്റെ അച്ഛൻ ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല, 71 വയസ്സ് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കും എൻ്റെ അച്ഛനെയും അമ്മയെ നോക്കണം, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നേ പറ്റൂന്നും പറഞ്ഞ് ഞാൻ കിടന്ന് കരഞ്ഞു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് നവംബർ 1 മുമ്പേ എൻ്റെ കാനഡയും വിസ കിട്ടി എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ കാനഡയിലോട്ട് പോവുകയാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് എൻ്റെ മാതാവ് മാറ്റിത്തന്നു. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സമയത്തും എല്ലാവരും നിനക്ക് പോകാൻ പറ്റത്തില്ല, നിനക്ക് കല്യാണം കഴിച്ച് പൊക്കൂടെ എന്ന് പറഞ്ഞ് എന്നെ പുറന്തള്ളിയപ്പോഴും ഒക്കെ എനിക്ക് മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിഷമം ആരെടുത്ത് പറയുമെന്നറിയാൻ വയ്യാതെ ഞാൻ മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന സമയത്തും എനിക്കിവിടുന്ന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും നടക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പൈസ തന്നു പറഞ്ഞില്ല, അങ്ങനെ ആ ചേട്ടൻ സൗദിക്ക് പോയി. അങ്ങനെ ആ ചേട്ടൻ അവിടെ പോയിട്ട് ജോലിയൊന്നും കിട്ടാതെ ആ ചേട്ടൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് സഹായിച്ചിട്ടുള്ളത് കൈവിടല്ലേ. ഞാനൊരു വ്യാഴാഴ്ച ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ 3 ദിവസത്തിനുള്ളിൽ ആ ചേട്ടന് പെട്ടെന്ന് ഞാനൊരു ജോലി റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു.
ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോൾ ചേട്ടൻ്റെ മെസ്സേജ് കിടക്കുന്നു, എടി എനിക്കൊരു ഇൻ്റർവ്യൂ ശരിയായി എന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല, അത് ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്, ഉറപ്പായിട്ടും കിട്ടും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടി അവിടെ നിന്ന് എനിക്ക് വിളിയൊന്നും വരുന്നില്ല, അത് കിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പിച്ച് വിശ്വസിക്കൂ, ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ആ കമ്പനിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു, ജോലിക്ക് കിട്ടി, പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് ജോലിക്ക് കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് ആൾക്കാരെന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ കൈ കിട്ടുന്ന പൈസ അനുസരിച്ച് ഞാൻ ഓരോ അനാഥാലയത്തിൽ പോയി കാണുകയും അവർക്കുള്ള ഫുഡും എല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും. ആശുപത്രികളിൽ പോവും, രോഗികളെ സന്ദർശിക്കാറുണ്ട്. പത്രങ്ങൾ എപ്പോൾ വന്നാലും പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പലതവണയും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും അയ്യോ വേണ്ട, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃപാസനത്തിലല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പറയും എന്നെ രക്ഷിച്ചിട്ടുള്ള മാതാവാണിത്, ഇത് കിട്ടിയാൽ നല്ലതേ വരുത്തോളൂ എന്നും പറഞ്ഞ് കൊടുക്കും. പലരും കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ പത്രങ്ങൾ പറഞ്ഞ് വാങ്ങണ്ട, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് എന്ന് പറയുന്നവരടുത്തും ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ഇങ്ങോട്ട് വരുന്നത്, എനിക്ക് ഒട്ടും വയ്യ. ഞാൻ 2 ദിവസമായിട്ട് ഡ്രിപ്പിട്ട് ഞാൻ കിടക്കുമായിരുന്നു, എനിക്ക് തീരെ വയ്യ. അങ്ങനെ ഞാൻ ബസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച മാതാവേ എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും എത്തിക്കണേ, എനിക്ക് തീരെ വയ്യ, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനേ പറ്റൂ എന്ന് പറയുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വരുമോ ഇല്ലേ എന്ന്. ഓരോ സ്റ്റോപ്പിലും ഞാൻ ഇറങ്ങി, ഞാൻ ഛർദ്ദിച്ച് ഞാൻ ഇന്ന് ഇവിടം വരെ വന്നത്, എനിക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ വാഷ്റൂമിൽ ഞാനിങ്ങനെ വൊമിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നപ്പം ആ വാഷ്റൂമിൻ്റെ ഹോളിലും ആ വോളിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ കൃപാസനത്തിൽ അമ്മയുടെ കാശ് രൂപമായിരുന്നു. ഞാൻ നോക്കിയത് എന്ത് കാശ് രൂപം തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ അതൊരു കാശ് രൂപം. പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന കാശ് രൂപമായിരുന്നു ഞാൻ ആ ഹോളിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്കും രാത്രിയെല്ലാം ഞാൻ ഉറക്ക കരയുമ്പോഴും എല്ലാം എനിക്ക് ആരെടുത്തും എൻ്റെ വിഷമങ്ങൾ പറയാൻ പറ്റാതിരുന്ന സമയത്തും പല രീതിയിലും മാതാവാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ ഞാൻ കണ്ണീരോടെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴും കണ്ണാടി നോക്കുമ്പോഴത്തേനും പലതവണ ഞാൻ ഇവിടുത്തെ ഈ അമ്മയുടെ മുഖം അതിൽ കാണുന്നുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയും.